1381 ജനുവരി 13 ഫ്രാൻസിലെ പിക്കാർഡിയിലുള്ള കാൽസിയിലെ ബോയ്ലറ്റെ എന്ന മരപ്പണിക്കാരന്റെ മകളായിട്ടായിരുന്നു വിശുദ്ധ കോളറ്റ് ജനിച്ചത്. കോളറ്റ് വളരെയേറെ സുന്ദരിയായിരുന്നു. മിറായിലെ വിശുദ്ധ നിക്കോളാസിനോടുള്ള ഭക്തി മൂലം വിശുദ്ധയുടെ മാതാപിതാക്കൾ അവൾക്ക് നിക്കോളറ്റ് എന്ന നാമമാണ് നൽകിയത്. അവൾക്ക് 17 വയസ്സായപ്പോൾ ആശ്രമാധിപതിയുടെ സംരക്ഷണത്തിൽ അവളെ ഏൽപ്പിച്ചുകൊണ്ട് വിശുദ്ധയുടെ മാതാപിതാക്കൾ മരണമടഞ്ഞു. ബെഗോയിൻസിന്റെയും ബെനഡിക്റ്റൻ സഭയിലുമായി തന്റെ ആത്മീയ ജീവിതം ആരംഭിക്കുവാൻ വിശുദ്ധ ശ്രമിച്ചുവെങ്കിലും അവൾ അതിൽ പരാജയപ്പെട്ടു. തുടർന്ന് അവൾ തന്റെ സ്വത്തുക്കൾ മുഴുവൻ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തതിനു ശേഷം വിശുദ്ധ ഫ്രാൻസിസിന്റെ 3-ാം സഭയിൽ ചേർന്നു. അവൾക്ക് 21 വയസ്സായപ്പോൾ ആശ്രമാധിപതി കോൾബെറ്റിന് കോർബി ദേവാലയത്തിന് സമീപത്തെ ഒരു ആശ്രമം നൽകി. അവൾ അവിടെ വളരെ അച്ചടക്കത്തോടു കൂടിയ ആശ്രമ ജീവിതം ആരംഭിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവൾ വളരെയേറെ പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞിരുന്നു. ആളുകൾ നിരന്തരം വിശുദ്ധയുടെ ഉപദേശം തേടി വരുവാൻ തുടങ്ങി. വിശുദ്ധ ക്ലാരയുടെ 1-ാം നിയമം അതിന്റെ പരിപൂർണമായ അച്ചടക്കത്തോടുകൂടി വീണ്ടെടുക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അവളെ ചുമതലപ്പെടുത്തുന്നതായി വിശുദ്ധയ്ക്ക് ദർശനം ലഭിച്ചു. എന്നാൽ ഇതത്ര കാര്യമാക്കാതിരുന്ന വിശുദ്ധ അതിനായി യാതൊന്നും ചെയ്തില്ല. അതേ തുടർന്ന് 3 ദിവസത്തോളം അന്ധയും 3 ദിവസത്തോളം ഊമയുമായി വിശുദ്ധയ്ക്ക് കഴിയേണ്ടി വന്നു. അവളുടെ ആധ്യാത്മിക നേതാവായ ഫാദർ ഹെൻറിയുടെ ബൗമയുടെ പ്രോത്സാഹനത്തോടുകൂടി 1406 തന്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിനായി വിശുദ്ധ ആ ആശ്രമം ഉപേക്ഷിച്ചു. തുടർന്ന് വിശുദ്ധ നൈസിലേക്ക് പോയി. കീറി തുന്നിയ ഒരു പഴയ സഭാവസ്ത്രവും ധരിച്ച് നഗ്നപാതയായിട്ടാണ് വിശുദ്ധ പോയത്. മതഭിന്നതയുടെ കാലത്ത് ഫ്രഞ്ചുകാർ ബെനഡിക്റ്റ് 13 എന്ന പേരിൽ മാർപ്പാപ്പയെ പോലെ കണ്ടിരുന്ന പീറ്റർ ഡെ ലോണായെ കാണുവാനായിട്ടായിരുന്നു വിശുദ്ധ പോയത്. അദ്ദേഹം വിശുദ്ധയെ സ്വാഗതം ചെയ്യുകയും പാവപ്പെട്ടവരുടെ ക്ലാര എന്ന് പരസ്യമായി വിളിക്കുകയും ചെയ്തു. വിശുദ്ധയുടെ ആശയങ്ങളിൽ വളരെയേറെ ആകൃഷ്ടനായ അദ്ദേഹം വിശുദ്ധയെ മിനോറെസിസിലെ എല്ലാ മഠങ്ങളുടെയും അധിപയായി നിയമിച്ചു. തുടക്കത്തിൽ വിശുദ്ധയ്ക്ക് വളരെ കഠിനമായ എതിർപ്പ് നേരിടേണ്ടി വരികയും മതഭ്രാന്തി എന്ന് വിളിക്കപ്പെടുകയും മന്ത്രവാദിനി എന്ന് മുദ്രകുത്തപ്പെടുകയും ചെയ്തു. എന്നാൽ അവൾ ആ ആരോപണങ്ങളെയും ശാപങ്ങളെയും ക്ഷമയോടുകൂടി നേരിട്ടു. ക്രമേണ സാവോയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ വിശുദ്ധ കോളറ്റിനും യേശുവിന്റെ സഹനങ്ങളോട് അപാരമായ ഭക്തി ഉണ്ടായിരുന്നു. മൃഗങ്ങളോട് പോലും വിശുദ്ധ ദയയും ശ്രദ്ധയും കാണിച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിലും അവൾ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഉപവസിക്കുകയും യേശുവിന്റെ പീഡനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുക പതിവായിരുന്നു. നിരവധി മഠങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ ഫ്ലാൻഡേഴ്സിൽ വെച്ച് രോഗത്തിന് അടിപ്പെട്ടു. തന്റെ മരണത്തെക്കുറിച്ച് അവൾക്ക് ബോധ്യം ലഭിക്കുകയും തന്റെ അന്ത്യകൂദാശകൾ യഥാവിധി സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധയ്ക്ക് 67 വയസ്സായപ്പോൾ കെന്റിലെ മഠത്തിൽ വെച്ച് വിശുദ്ധ മരണമടഞ്ഞു. 1807 അവൾ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു.